ഹലോ, ഈ ചെറിയ പെരുന്നാളിന് എങ്ങോട്ടാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഹത്തയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കേൾക്കുന്നില്ല. എന്നാൽ ഈ ചെറിയ പെരുന്നാൾ ഹത്തയിലാക്കിയാലോ? അപ്പോഴേ ഹത്തയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഞാൻ ഹത്തയിൽ കണ്ടതും ഹത്തയെപ്പറ്റി മനസ്സിലാക്കിയതുമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പതിവ് പോലെ പ്ലാൻ ചെയ്തതിൽ നിന്നും വളരെയധികം ലേറ്റായി നമ്മൾ അലയനിൽ നിന്നും ഹത്ത ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്തിരി ലേറ്റായി പോയ എന്താണ് കുഴപ്പമെന്ന്. ലേറ്റായി ചെന്നാലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരുന്നുണ്ടേ. അങ്ങനെ നമ്മൾ അലയനിൽ നിന്നും തുടങ്ങിയ യാത്ര ഷാർജയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹത്തയിൽ എത്തിച്ചേർന്നു. ഹത്തയിൽ നമ്മൾ ആദ്യം പോയത് ഹത്ത ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. നമ്മൾ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പഴയ ഒരു മാർക്കറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റേജും ഒക്കെ കാണും. ഈ ഒരു സ്റ്റേജിൽ ചില സമയങ്ങളിൽ ഇവിടുത്തെ എമറാത്തി ഡാൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഏരിയയാണിത്. ഇത് ശരിക്കും ഏകദേശം 100 വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുള്ള ഒരു മൗണ്ടൻ വില്ലേജ് റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പുരാതന ശൈലിയിൽ കല്ലും മണ്ണും മരവും അതുപോലെ ഓലയും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 30ഓളം വീടുകളും മോസ്കും ഒക്കെയാണ് ഈ ഒരു വില്ലേജിനകത്ത് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഹെറിറ്റേജ് ലോഡ്ജ് എന്ന പേരിൽ ലോഡ്ജിങ് സൗകര്യമുണ്ട്. നമുക്ക് booking.com വഴിയൊക്കെ ബുക്ക് ചെയ്താൽ ഇവിടെ വന്ന് താമസിക്കുവാനുമൊക്കെ സാധിക്കും. ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിനോട് ചേർന്ന് വളരെ വലിയ ഒരു ഈത്തപ്പന തോട്ടമൊക്കെയുണ്ട്. ഈ ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയത്തേയില്ല. ഈ ഒരു ഈത്തപ്പന തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു തെങ്ങിൻ തോപ്പിനുള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പോലെയാണ് തോന്നുക. അത്യാവശ്യം തണുപ്പും കാറ്റും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ മാവും വാഴയും നാരകവും മാതള നാരകവും എല്ലാം ഈ ഒരു ഫാമിനകത്തുണ്ട്. ഇതിലൂടെ നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് അറിയത്തേയില്ല. നമ്മൾ ഇതിനകത്ത് കുറേ സമയം ചെലവഴിച്ചു. അതുപോലെ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിനോട് ചേർന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെയുണ്ട്. ഈ ഒരു പ്ലേ ഏരിയയുടെ മുകളിലായിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റുമുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും വളരെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ഈ ഒരു പ്ലേ ഏരിയയുടെ താഴെയായിട്ടാണ് ഹത്ത ഫലാജ് ഉള്ളത്. ഇവിടെ നമുക്ക് ധാരാളം ചെറിയ ചെറിയ കുളങ്ങളും ആ കുളങ്ങൾക്കുള്ളിൽ മീനുകളും ഒക്കെ കാണാം. ഇവിടുത്തെ ഈ കൗണ്ടറിൽ നിന്നും ഫിഷിൻ്റെ ഫുഡ് മേടിച്ചാൽ ഇവിടുത്തെയുള്ള മീനുകളെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. ഈ ഹത്ത ഫലാജിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടണലിലൂടെ നമുക്ക് ഒരു ഗൈഡഡ് ടൂറൊക്കെ അവൈലബിൾ ആണ്. അഡൽട്ട്സിന് 49 ദിർഹംസും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 19 ദിർഹംസുമാണ് അതിന് ചാർജ് വരുന്നത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പാടത്തും തോട്ടിലും കരിഞ്ഞിനടിയിലൂടെയും ഒക്കെ കളിച്ച് നടന്നതുകൊണ്ട് ഇത് അത്ര വലിയ കൗതുകകരമായ ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ പാടത്തും പറമ്പിലും ഒന്നും കളിക്കുവാൻ അവസരം കിട്ടാത്ത ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഹത്ത ഹെറിറ്റേജ് വില്ലേജിലെ വീടുകളെല്ലാം ഹത്ത ഹെറിറ്റേജ് ലോഡ്ജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് വേണമെങ്കിൽ booking.com വഴിയൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുവാനുമൊക്കെ സാധിക്കും. ഈ ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഫോർട്ടിൽ നമ്മൾ നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് വളരെ മനോഹരമായി കാണുവാൻ സാധിക്കും. ഞാനും എഫറിനും എഡുവിനും എന്നുകുട്ടിയും മാത്രമേ ഈ ഫോർട്ടിൻ്റെ മുകളിൽ കയറിയുള്ളൂ. അങ്ങനെ ഫോർട്ടിൽ നിന്നും താഴെ ഇറങ്ങി നമ്മൾ നേരെ പോയത് ഹത്ത ഡാമും ഹത്ത വാട്ടർഫാളും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹത്ത ഡാമിൻ്റെയും വാട്ടർഫാളിൻ്റെയും ഒക്കെ താഴെയായിട്ട് പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഈ ഒരു പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട് ഹത്ത ഡാം കാണുന്നതിന് വേണ്ടിയിട്ട്. ഈ ഹത്ത ഡാമിനുള്ളിൽ കയാക്കിങ്ങും ബോട്ടിങ്ങും പോലെയുള്ള വിവിധ തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അതൊക്കെ എടുത്ത് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹത്ത വാട്ടർഫാളിൻ്റെ താഴെയായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഈ ഒരു ഹത്ത വാട്ടർഫാളിൽ വന്നപ്പോഴത്തേന് തന്നെ വൈകുന്നേരമായിരുന്നു. നമ്മളുടെ സമയം ഏകദേശം തീരാറായി. ഇനി താമസിച്ച് പുറപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിക്കുന്നവരോട് പറയാം. നമ്മൾ താമസിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹത്തയിലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഹത്തയിൽ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജും ഡാമും കൂടാതെ ഹത്ത വാദി ഹബ്ബ്, സൈൻ ഹൈക്ക്, ലീം ലേക്ക്, ഹത്ത സുഹൈല ലേക്ക് മുതലായ ധാരാളം സ്ഥലങ്ങൾ ഇനിയും കാണുവാൻ ബാക്കിയുണ്ട്. നമ്മൾ ഇവിടെ എത്താൻ താമസിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹത്തയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ തന്നെ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹത്തയിലെ മുഴുവൻ സ്ഥലങ്ങളും കണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങുവാൻ സാധിക്കും.